കണ്ടില്ലേ? അവരിവിടെ ഈ നമ്മളെ പിന്നെ കരിപ്പൂർ എയർപോർട്ടിന്റെ അവിടെ വന്നിട്ട് അന്നവിടെ എയർപോർട്ടൊന്നും ഇല്ലാത്ത സ്ഥലം, ഒരു ഒഴിഞ്ഞൊരു പ്രദേശമാണ്. അവിടെ ഇങ്ങനെ നടന്ന് മൂപ്പരൊന്ന് അവിടുന്ന് പറഞ്ഞു, ഇതാ ഇവിടുന്നുണ്ടല്ലോ, ഇവിടുന്നാണ് ഈ കരഞ്ഞ് ഹാജിമാരൊക്കെ ഹജ്ജിന് കയറി പോകാന്ന് പറഞ്ഞു. ആ സ്ഥലത്ത് നോക്കിയിട്ട് ഇവിടുന്ന് ഹാജിമാരൊക്കെ ഹജ്ജിന് കയറി പോകും. കണ്ടില്ലേ? പിന്നെ അന്നവിടെ എയർപോർട്ടില്ല, എയർപോർട്ടിനെ പറ്റിയുള്ളതായ ഒരു ആലോചന വന്നിട്ടില്ല. ആ ഭൂമിയിലേക്ക് മൂപ്പർ നോക്കി, ആ ഭൂമിയിൽ ഉണ്ടാവേണ്ടതായ അവിടെ ഉണ്ടാവുന്ന സർവ്വ പരിഷ്കരണങ്ങളും ആ ഭൂമിയിലേക്ക് നോക്കി പറയാൻ കഴിയാന്ന്. അത് മഹാനാവുന്നതായ സ്വയം വലിയ തങ്ങൾ അന്ന് പറഞ്ഞു. ഈ നിലക്കുള്ളതായ ഒരു അവസ്ഥ പണ്ഡിതന്മാർക്ക് ഉണ്ടാവണം. ആ പണ്ഡിതന്മാർക്ക് ആ അവസ്ഥ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഈ നുബുവത്തിന്റെ ഏതൊരു നുബുവത്ത് നമ്മൾ പരിശോധിച്ച് നോക്കിയാലും ആ നുബുവത്തിന്റെ ബാത്തിന് അത് വിലായത്താണ്. ആ വിലായത്തിന്റെ സ്വഭാവം പണ്ഡിതന്മാരിൽ ഉണ്ടാവണം. അലറത്തിൽ കുതിസിൽ ഇങ്ങനെ കിടക്കാണ്, ലോകം മൊത്തം കണ്ട് അത് നിയന്ത്രിച്ച് ഞാനൊന്ന് അശ്രദ്ധയിലായാൽ പ്ലെയിനുകൾ തമ്മിൽ കൂട്ടിയിരിക്കും. ഷെയ്ഖിന പറഞ്ഞ വാർത്ത, ഷെയ്ഖിനൊന്ന് അശ്രദ്ധയിലായാൽ സംഭവിക്കും. അപ്പൊ ഇവിടെയുള്ള കാറ്റടിക്കുന്നതും ഇവിടെ മഴ വർഷിക്കുന്നതും ഇവിടെയുള്ള പ്ലെയിനുകളും വണ്ടികളൊക്കെ ഓടുന്നതെല്ലാം ഒരു വലിയന്റെ ഒരു മഹാന്റെ ഒരു റൂഹിന്റെ നിയന്ത്രണത്തിലാണ്.